പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, വചനവിസ്മയം 35-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്നത് ദൈവം ഉറ്റുനോക്കുന്ന മനുഷ്യൻ്റെ യഥാർത്ഥ സൗഭാഗ്യവും അത് സ്വന്തമാക്കാനുള്ള 7 മാർഗങ്ങളും. എന്താണ് മനുഷ്യന്റെ യഥാർത്ഥ സൗഭാഗ്യം? ലൗകിക സമ്പത്തും അധികാരവും സ്ഥാനമാനങ്ങളും സുഖഭോഗങ്ങളുമാണോ മനുഷ്യന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം? എന്തെന്ന് നിശ്ചയിക്കാനുള്ള ശരിയായ മാനദണ്ഡം എന്താണ്? പൊതുജനാഭിപ്രായവും ലോകത്തിന്റെ കാഴ്ചപ്പാടുകളുമാണോ? പൊതുജനാഭിപ്രായവും ലോകത്തിന്റെ കാഴ്ചപ്പാടുകളും അനുസരിച്ചാണ് നാം നമ്മുടെ സൗഭാഗ്യത്തെ മനസ്സിലാക്കുന്നതെങ്കിൽ ആ സൗഭാഗ്യം ശാശ്വതമായി നിലനിൽക്കുകയില്ല. എങ്ങനെ നമുക്ക് നമ്മുടെ യഥാർത്ഥ സൗഭാഗ്യത്തെ തിരിച്ചറിയാം? വചനാധിഷ്ഠിതമായി ചിന്തിക്കുന്നതാണ് ഏറ്റവും ഉചിതം. കാരണം ദൈവവചനത്തിന് തെറ്റുപറ്റുകയില്ല. കർത്താവ് വാക്കുമാറാത്തവനാണ്. അതിനാൽ വചന വെളിച്ചത്തിൽ മനുഷ്യന്റെ യഥാർത്ഥ സൗഭാഗ്യത്തെ തിരിച്ചറിയാൻ പരിശ്രമിക്കുന്നതാണ് ഉത്തമം. ആദ്യം വചന വെളിച്ചത്തിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു. ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന്, ജ്ഞാനികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. സങ്കീർത്തനം 14:2, 53:2. ദൈവത്തെ തേടുന്ന വിവേകികളെയും ജ്ഞാനികളെയും ഉറ്റുനോക്കുന്ന ദൈവത്തിൻ്റെ ചിത്രമാണ് ഇവിടെ സങ്കീർത്തകൻ വരച്ചു കാട്ടുന്നത്. ദൈവത്തെ തേടുകയും അവിടുത്തെ അന്വേഷിച്ചറിയാൻ പരിശ്രമിക്കുകയും എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നവരെ വിവേകികളും ജ്ഞാനികളുമായിട്ടാണ് ദൈവം കാണുന്നത്. അങ്ങനെയെങ്കിൽ ദൈവമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടും. ജ്ഞാനം 7:14. ദൈവം എന്തിനേക്കാളും ഉപരിയായി ജ്ഞാനികളെ സ്നേഹിക്കുന്നു. ജ്ഞാനം 7:28. ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ സൗഹൃദം നേടുകയും ദൈവത്താൽ സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന വിവേകികളും ജ്ഞാനികളുമാവുക, ഇതെത്ര വലിയ ഭാഗ്യമാണ്. മനുഷ്യന്റെ യഥാർത്ഥ സൗഭാഗ്യം അടങ്ങിയിരിക്കുന്നത് ഇതിലാണ്. വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിതമായി ചിന്തിക്കുമ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിലെ സർവപ്രധാനമായ ഒരു കാര്യമാണ് ദൈവത്തെ തേടുന്ന വിവേകികളും ജ്ഞാനികളുമാവുക എന്നുള്ളത്. ദൈവത്തെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുക എന്നത് മനുഷ്യൻ്റെ കടമയാണ്. ദൈവികമായ അറിവും ജ്ഞാനവുമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. ജ്ഞാനം സ്വർണത്തെക്കാൾ അമൂല്യമാണ്. അവളോട് തുലനം ചെയ്യുമ്പോൾ ധനം നിസാരമാണ്. അവളുടെ മുമ്പിൽ സ്വർണം മണൽത്തരി മാത്രം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 8-9 വാക്യങ്ങൾ. ഓ ദൈവമേ, ദൈവത്തെ തേടുന്ന വിവേകികളും ജ്ഞാനികളുമായി ഞങ്ങളെ മാറ്റണമേ. അങ്ങ് സ്നേഹിക്കുന്ന ജ്ഞാനികളും വിവേകികളുമായി അങ്ങുമായുള്ള സൗഹൃദത്തിൽ അങ്ങയുടെ ആത്മമിത്രങ്ങളായി വളരാനുള്ള വലിയ ആഗ്രഹവും അതിനായുള്ള പരിശ്രമവും ഞങ്ങളിൽ ഉണർത്തണമേ. അതിനായി അങ്ങയുടെ കൃപാ കടാക്ഷം ഞങ്ങളിലുണ്ടാകട്ടെ. അങ്ങനെ സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി ദൈവജ്ഞാനം കൊണ്ട് നിറയും. യെശയ്യാ 11:9. ജലം സമുദ്രത്തെ മൂടുന്നത് പോലെ കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള അറിവുകൊണ്ട് ഭൂമി നിറയും. ഹബക്കുക്ക് 2:14 എന്നുള്ള അങ്ങയുടെ വാഗ്ദാനം ഞങ്ങളുടെ ഇടയിലും ഞങ്ങളിലും നിറവേറട്ടെ. തീക്ഷ്ണമായ ആഗ്രഹത്തോടെ നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കുകയും ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിക്കുകയും ചെയ്യാം. ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ലോകത്തിൻ്റെ രക്ഷയാണ് എന്ന ജ്ഞാനസൂക്തവും നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. ജ്ഞാനം 6:20. നമ്മുടെ സ്രഷ്ടാവും പരിപാലകനുമായ ദൈവത്തെ അറിയാൻ പരിശ്രമിക്കാതിരിക്കുന്നതും അവിടുത്തെ അറിയാൻ കിട്ടുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതും
പാപമാണ്. തന്നെ അറിയുകയോ തന്നിൽ ആശ്രയിക്കുകയോ ചെയ്യാതെ തന്നിൽ നിന്ന് അകന്നു പോകുന്ന സ്വന്തം ജനത്തെക്കുറിച്ച് ആകാശത്തെയും ഭൂമിയെയും വിളിച്ച് വിലപിക്കുന്ന ദൈവപിതാവിൻ്റെ വിലാപസ്വരം പ്രവാചകന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആകാശങ്ങളെ ശ്രവിക്കുക, ഭൂതലമേ ചെവി തരുക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവർ എന്നോട് കലഹിച്ചു. കാള അതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നു, കഴുത അതിൻ്റെ യജമാനൻ്റെ തൊഴുത്തും. എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല, എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല. യെശയ്യാ 1:2-3 വാക്യങ്ങൾ. അവിടുന്ന് നമ്മോട് ചോദിക്കുന്നു, ലോകത്തെ ആരാഞ്ഞ് ഇത്രയും അറിയാൻ കഴിഞ്ഞെങ്കിൽ ഇവയുടെയെല്ലാം ഉടയവനെ കണ്ടെത്താൻ വൈകുന്നത് എന്തുകൊണ്ട്? ജ്ഞാനത്തിൻ്റെ പുസ്തകം 13:8. ദൈവത്തെ അറിയുന്നതിനേക്കാളേറെ പ്രാധാന്യം ലോകത്തിനും ലൗകിക സുഖങ്ങൾക്കും നൽകുന്നവരുടെ പാപകാഠിന്യത്തെക്കുറിച്ച് അവിടുന്ന് പറയുന്നു. ആകാശങ്ങളെ ഭയന്ന് നടുങ്ങുവിൻ, സംഭ്രമിക്കുവിൻ, ഞെട്ടിവിറയ്ക്കുവിൻ. കർത്താവ് അരുളിച്ചെയ്യുന്നു, എന്തെന്നാൽ എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കുവാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ജെറമിയ 2:12-14 വരെയുള്ള വാക്യങ്ങൾ. ജീവനോ ചലനശക്തിയോ ഒന്നുമില്ലാത്ത ആകാശഗോളങ്ങളെ വിളിച്ചാണ് പിതാവായ ദൈവം ഇപ്രകാരം വിലപിച്ചു പറയുന്നത്. ബുദ്ധിയും അറിവും വിവേകവും ഒന്നുമില്ലാത്ത മൃഗങ്ങൾ തങ്ങളുടെ ഉടയവനെ അറിഞ്ഞിട്ടും ദൈവത്തെ അറിയാനും ആരാധിച്ചു മഹത്വപ്പെടുത്താനുമുള്ള ബുദ്ധിയും അറിവും വിവേകവും എല്ലാം നൽകി സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച സ്വന്തം ജനം ദൈവത്തെ അറിയുന്നില്ല. എന്തൊരു വൈരുദ്ധ്യമാണിതെന്ന് ചിന്തിക്കുക. ഇസ്രായേലിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാറ്റിനെയും കടലിനെയും സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രങ്ങളെയും എല്ലാം ദൈവത്തിന് തൻ്റെ തിരുഹിതമനുസരിച്ച് ചലിപ്പിക്കാൻ സാധിച്ചു. എന്നാൽ തൻ്റെ സ്വന്തം ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യൻ മാത്രം ദൈവഹിതത്തിനെതിരായി നിൽക്കുന്നു. ഇന്ന് നമ്മുടെ ഇടയിലെ അവസ്ഥയും ഇതുതന്നെയല്ലേ? എങ്ങനെ നമുക്ക് ദൈവത്തെ തേടുന്ന വിവേകികളും ജ്ഞാനികളുമാകാൻ കഴിയും? ദൈവത്തെ തേടുന്ന വിവേകികളും ജ്ഞാനികളുമാകാൻ 7 പ്രധാന കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. ഒന്നാമതായി, ദൈവവചനത്തിൽ അഭിലാഷമർപ്പിച്ച് മിസ്റ്റിക്കൽ ധ്യാന മാർഗത്തിലൂടെ മുന്നേറണം. കർത്താവ് പറയുന്നു, എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6:11. കർത്താവിൻ്റെ വചനങ്ങളെപ്പറ്റി ചിന്തിക്കുകയും അവിടുത്തെ പ്രമാണങ്ങൾ സദാ ധ്യാനിക്കുകയും ചെയ്യുന്നവർക്ക് അവിടുന്ന് ഉൾക്കാഴ്ചയും ജ്ഞാനവും നൽകുമെന്ന് പ്രഭാഷകനും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. പ്രഭാഷകൻ 6:37. മനുഷ്യഹൃദയങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന ദൈവത്തിനു വേണ്ടിയുള്ള അന്തർദാഹത്തെ തൊട്ടുണർത്താൻ പര്യാപ്തമായ വിധത്തിലുള്ള ഒരു മിസ്റ്റിക്കൽ ധ്യാനാത്മക ജീവിത ശൈലി സ്വീകരിച്ചുകൊണ്ട് ദൈവവചനത്തോടുള്ള തീവ്രമായ അഭിനിവേശം മനുഷ്യഹൃദയങ്ങളിൽ ജനിപ്പിക്കാൻ നാം പരിശ്രമിക്കുകയും ചെയ്യണം. ദൈവം മുൻകൈയെടുത്ത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വചനാധിഷ്ഠിതവും ആരാധനക്രമപരവുമായ മിസ്റ്റിക്കൽ ധ്യാന മാർഗമാണ് ഇതിനുള്ള ഉത്തമ മാർഗം. രണ്ടാമതായി, ജ്ഞാനത്തെ സ്നേഹിക്കുകയും ജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവികമായ അറിവും ജ്ഞാനവും നേടാൻ വേണ്ടി നിരന്തരം പരിശ്രമിക്കുകയും വേണം. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവർ നിഷ്പ്രയാസം അവളെ തിരിച്ചറിയുന്നുവെന്നാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 6:12 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അവളെ തേടുന്നവർ കണ്ടെത്തുന്നു. പ്രഭാതത്തിലുണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും. അവൾ വാതിൽക്കൽ കാത്തു നിൽപ്പുണ്ട്. ജ്ഞാനം 7:7 പറയുന്നു,
ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. ദൈവജ്ഞാനത്തെ മറ്റെന്തിനേക്കാളും ഉപരിയായി നാം സ്നേഹിക്കുകയും അമൂല്യമായി കരുതുകയും തീക്ഷ്ണമായി ആഗ്രഹിച്ച് പരിശ്രമിക്കുകയും നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യണം. വിശുദ്ധ പൗലോസ്ലീഹായെ പോലെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി പരിഗണിക്കുകയും അവനെ പ്രതി സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയും ചെയ്യണം. അങ്ങനെ ക്രിസ്തുവിനെ നേടുകയും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുകയും ചെയ്യണം. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം. മൂന്നാമതായി, നാം നല്ല ആഗ്രഹത്തോടെ നിരന്തരം ജ്ഞാനത്തെ അന്വേഷിക്കുക മാത്രമല്ല, അവിടുത്തെ തിരുമുൻപിൽ, ദൈവത്തിൻ്റെ തിരുമുൻപിൽ നിർമ്മലരായി വർത്തിക്കുകയും ചെയ്യണം. ജ്ഞാനത്തിനു വേണ്ടി തീക്ഷ്ണമായ ആഗ്രഹത്തോടെ നിരന്തരം അന്വേഷിക്കുന്ന യോഗ്യതയുള്ളവരെ ജ്ഞാനം അന്വേഷിച്ചു ചെല്ലുന്നു. ജ്ഞാനം കപട ഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ദൈവ തിരുമുൻപിൽ നിർമ്മലരും നിഷ്കളങ്കരുമായി വർത്തിക്കുന്നവരെയാണ് ജ്ഞാനം തേടിയെത്തുന്നത്. തൻ്റെ തിരുമുൻപിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടി ഭൂമിയിലുടനീളം പായുന്നു. 2 ദിനവൃത്താന്തം 16:9. ആ ദൃഷ്ടി നമ്മുടെ മേൽ പതിയുകയും അവിടുത്തെ ശക്തി നമ്മുടെ മേൽ പ്രകടമാവുകയും ചെയ്യാൻ വേണ്ടി നാം ദൈവ തിരുമുൻപിൽ നിർമ്മലരും നിഷ്കളങ്കരുമായി വർത്തിച്ച് ജ്ഞാനം നേടാൻ പരിശ്രമിക്കണം. പരിശുദ്ധി കൂടാതെ ദൈവസമ്പാദനം സാധ്യമല്ല. 4-മതായി, അറിവിനും ജ്ഞാനത്തിനും വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നാം ദൈവത്തോട് കേണപേക്ഷിക്കണം. പശുവിൻ്റെ പാൽ മുഴുവൻ കറന്നെടുത്തിട്ട് പശുക്കുട്ടിയെ അഴിച്ചു വിടുമ്പോൾ അത് ഓടിച്ചെന്ന് തള്ളപ്പശുവിൻ്റെ അകിടത്തിടിക്കുമ്പോൾ പാൽ ചുരത്തി കൊടുക്കുന്നത് പോലെ തന്നോട് കേണപേക്ഷിക്കുന്നവർക്ക് ദൈവം സമൃദ്ധമായി ദിവ്യജ്ഞാനം നൽകുമെന്നതിൽ സംശയമില്ല. അമ്മയെ കാണാതെ കരയുന്ന കുഞ്ഞിൻ്റെ വ്യാകുലതയോടെ വേണം ദൈവികമായ അറിവിനും ജ്ഞാനത്തിനും വേണ്ടി നാം പരിശുദ്ധാത്മാവായ ദൈവത്തോട് കേണപേക്ഷിക്കേണ്ടത്. ദൈവജ്ഞാനത്തിനു വേണ്ടിയുള്ള തീവ്രമായ ദാഹം നമ്മിൽ ഉണർത്തുന്നതും ആ ദാഹം ശമിപ്പിക്കാൻ തക്കവിധം അറിവും ജ്ഞാനവും നമുക്ക് പകർന്നു നൽകുന്നതും ദൈവമാണ്, പ്രത്യേകിച്ച് പരിശുദ്ധ റൂഹാ തമ്പുരാൻ. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും എന്നാണല്ലോ യേശു തമ്പുരാൻ പറഞ്ഞത്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ദൈവം നമുക്ക് അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും, ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. 1 കൊറിന്ത്യോസ് 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ. എല്ലാ വിശുദ്ധർക്കുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ. എഫേസ്യർക്കെഴുതിയ ലേഖനം 3:19. 5-മതായി, ചെറുപ്രായം മുതൽ, അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ ദൈവത്തിനു വേണ്ടിയുള്ള ദാഹവും ദൈവിക കാര്യങ്ങളിലുള്ള താൽപ്പര്യവും കുഞ്ഞുങ്ങളിൽ ജനിപ്പിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ഒരിക്കൽ ഞാനൊരു ഭവനത്തിൽ ചെന്നപ്പോൾ 2 വയസ്സായ ഒരു കുഞ്ഞ് കാൽ നീട്ടിയിരുന്ന് മടിയിൽ വിശുദ്ധ ഗ്രന്ഥം തുറന്നു വെച്ച്
ഉറക്കെ വായിക്കുന്നത് പോലെ ശബ്ദമുണ്ടാക്കുന്നു. ഇത് കണ്ടപ്പോൾ കുഞ്ഞിൻ്റെ അമ്മയോട് ഞാൻ കാര്യങ്ങൾ തിരക്കി. അപ്പോൾ ആ അമ്മ പറഞ്ഞത്, ഈ കുഞ്ഞിനെ പ്രസവിക്കുന്നത് വരെ അവർ വിശ്രമത്തിലായിരുന്നതിനാൽ മുഴുവൻ സമയവും ബൈബിൾ വായിക്കുമായിരുന്നു. മാത്രമല്ല, കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞും കുഞ്ഞിനെ കിടക്കയിൽ കിടത്തിയിട്ട് വൈകല്യമൊന്നും കൂടാതെ കുഞ്ഞിനെ നൽകിയതിന് നന്ദിയായി ഇടയ്ക്കിടെ ഉറക്കെ ബൈബിൾ വായിക്കുമായിരുന്നു. ഗർഭിണിയായ സ്ത്രീകളും കുഞ്ഞുങ്ങളുള്ള അമ്മമാരും ഇത് മാതൃകയാക്കുന്നത് നല്ലതാണ്. ഗർഭിണിയായ ഭാര്യമാരോടുള്ള ഭർത്താക്കന്മാരുടെ സംസാരത്തിലും വചന ചൈതന്യം നിറയേണ്ടത് അനിവാര്യമാണ്. കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ കേൾക്കുകയും കാണുകയും അറിയുകയും ചെയ്യേണ്ടതും മാതാപിതാക്കളുടെ ദൈവികമായ സംഭാഷണങ്ങളും വചനം പങ്കുവയ്ക്കലും പ്രാർത്ഥനയുമൊക്കെയാണ്. അങ്ങനെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നത് മുതൽ കുഞ്ഞുങ്ങളെ ദൈവ ചൈതന്യത്താൽ നിറയ്ക്കാൻ ശ്രദ്ധിക്കണം. ഇതൊന്നും ശ്രദ്ധിക്കാതെ കുഞ്ഞുങ്ങൾ തങ്ങളിൽ നിന്ന് കൈവിട്ടു പോയതിന് ശേഷം ദുഃഖിച്ചിട്ട് കാര്യമില്ല. ആറാമതായി, ചെറുപ്പം മുതൽ ജ്ഞാനോപദേശം തേടുകയും അറിവും ജ്ഞാനവുമുള്ള വിവേകികളോട് ചേർന്ന് നിൽക്കുകയും ദുഷ്ടസംസർഗം വെടിയുകയും പ്രബോധനങ്ങൾക്ക് ചെവി കൊടുക്കുകയും ചെയ്യുകയാണ് ജ്ഞാനസമ്പാദനത്തിനുള്ള ഉത്തമ മാർഗം. ഏഴാമതായി, ജഡമോഹങ്ങളുടെയും ദുർവികാരങ്ങളുടെയും തടവറയിൽ പെട്ടുപോകാതെയും ലൗകിക മനുഷ്യൻ്റെ ജീവിത ശൈലിയിലേക്ക് വീണു പോകാതെയും ആത്മീയ മനുഷ്യരായി ജീവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അഹങ്കാരം വെടിഞ്ഞ് എളിമയോടും ദൈവാശ്രയത്തോടും കൂടെ ജീവിക്കുകയും വേണം. അഹങ്കാരികൾക്ക് ജ്ഞാനം ലഭിക്കുകയില്ല. എളിമയുള്ളവർക്കാണ് ദൈവജ്ഞാനം ലഭിക്കുക. എളിമ എല്ലാ പുണ്യങ്ങളുടെയും മാതാവാണ്. അതിനാൽ എളിമയുള്ളവർക്ക് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരിശുദ്ധിയിലേക്കും പരിപൂർണതയിലേക്കും വളരാനും അങ്ങനെ ജ്ഞാന സമ്പൂർണത കൈവരിക്കാനും സാധിക്കും. പ്രിയമുള്ളവരെ, വചന വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ മനുഷ്യൻ്റെ യഥാർത്ഥ സൗഭാഗ്യമെന്തെന്നും അത് സ്വന്തമാക്കാൻ നമ്മെ സഹായിക്കുന്ന 7 മാർഗങ്ങളെക്കുറിച്ചുമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കിയത്. ഇവ 1-2 പ്രാവശ്യം ശ്രവിച്ച് പരിശുദ്ധ അമ്മയെപ്പോലെ ഇവ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിധി പോലെ സൂക്ഷിച്ച് നമുക്ക് നിരന്തരം ധ്യാനിക്കാം. അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യാം. ദൈവജ്ഞാനമാകുന്ന സമ്പത്ത് സർവശക്തൻ നമുക്ക് സമൃദ്ധമായി നൽകട്ടെ. അങ്ങനെ ദൈവ തിരുഹിതം പൂർത്തീകരിക്കാൻ തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്ന തമ്പുരാൻ്റെ ആത്മമിത്രങ്ങളായി മാറുകയും ചെയ്യാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.